പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക ജോഷുവയുടെ പുസ്തകം 7ഉം 8ഉം അധ്യായങ്ങളാണ്. അധ്യായം 7, ആഖാന്റെ പാപം. തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. യൂദാ ഗോത്രത്തിൽപ്പെട്ട സേരായുടെ മകൻ സപ്തിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലതെടുത്തു. തന്മൂലം കർത്താവിന്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു. ബഥേലിനു കിഴക്ക് ബേദാവിന് സമീപത്തുള്ള ആയി പട്ടണത്തിലേക്ക് ജെറീക്കോയിൽ നിന്ന് ജോഷുവ ആളുകളെ അയച്ചു പറഞ്ഞു, നിങ്ങൾ പോയി അവിടം രഹസ്യമായി നിരീക്ഷിക്കുവിൻ. അവർ അങ്ങനെ ചെയ്തു. അവർ തിരികെ വന്ന് ജോഷുവയോട് പറഞ്ഞു, എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല. 2000-ഓ 3000-ഓ പേർ പോയി ആയിയെ ആക്രമിക്കട്ടെ. എല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ടതില്ല, കാരണം അവർ കുറച്ചുപേർ മാത്രമേയുള്ളൂ. അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം 3000 പേർ പോയി. എന്നാൽ അവർ ആയി പട്ടണക്കാരുടെ മുൻപിൽ തോറ്റോടി. ആയി നിവാസികൾ 36ഓളം പേരെ വധിച്ചു. അവർ അവരെ നഗര കവാടം മുതൽ ഷബാറിം വരെ പിന്തുടരുകയും താഴോട്ട് ഇറങ്ങുമ്പോൾ വധിക്കുകയും ചെയ്തു. ജനം ഭയചകിതരായി. ജോഷുവ വസ്ത്രം കീറി. അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടി വാരിയിട്ട് സായാഹ്നം വരെ കർത്താവിന്റെ വാഗ്ദാന പേടകത്തിനു മുമ്പിൽ സാഷ്ടാംഗം വീണുകിടന്നു. ജോഷുവ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, അമോര്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു നശിപ്പിക്കുന്നതിന് അങ്ങ് ഈ ജനത്തെ എന്തിന് ജോർദാനിക്കരെ കൊണ്ടുവന്നു? അക്കരെ താമസിച്ചാൽ മതിയായിരുന്നു. കർത്താവേ, ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റു പിൻവാങ്ങിയ ഈ അവസരത്തിൽ ഞാൻ എന്തു പറയേണ്ടു? കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും. അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും? കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു, എഴുന്നേൽക്കുക. നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണുകിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എന്റെ കൽപ്പന അവർ ലംഘിച്ചു. നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. അവ തങ്ങളുടെ സാമാനങ്ങളോട് കൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേലെ, നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് എടുത്തു മാറ്റുന്നത് വരെ നിങ്ങളുടെ ശത്രുക്കളെ നേടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പ്രഭാതത്തിൽ ഗോത്രം ഗോത്രമായി നിങ്ങൾ വരണം. കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ഗോത്രം ഓരോ കുലമായും കുലം കുടുംബക്രമത്തിലും അടുത്തു വരണം. കർത്താവ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായി മുന്നോട്ട് വരണം. നിഷിദ്ധ വസ്തുക്കളോടുകൂടി പിടിക്കപ്പെടുന്നവനെ അവന്റെ സകല വസ്തുക്കളോടും കൂടി അഗ്നിക്കിരയാക്കണം. എന്തെന്നാൽ അവൻ കർത്താവിന്റെ ഉടമ്പടി ലംഘിച്ച് ഇസ്രായേലിൽ മ്ലേച്ഛത പ്രവർത്തിച്ചിരിക്കുന്നു. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമുറയ്ക്ക് വരുത്തി. അതിൽ നിന്ന് യൂദാ ഗോത്രത്തെ മാറ്റി നിർത്തി. അവൻ
യൂദായുടെ കുലങ്ങളെ വരുത്തി അതിൽ നിന്ന് സേരാ കുലത്തെ മാറ്റി നിർത്തി. പിന്നീട് അവൻ സേരാ കുലത്തിലെ ഓരോ കുടുംബത്തെയും വരുത്തി അതിൽ നിന്ന് സബ്തി കുടുംബത്തെ വേർതിരിച്ചു. വീണ്ടും സബ്തി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി. യൂദാ ഗോത്രത്തിലെ സേരായുടെ മകൻ സബ്തിയുടെ പൗത്രനും കാർമയുടെ പുത്രനുമായ ആഖാനെ മാറ്റി നിർത്തി. ജോഷുവ ആഖാനോട് പറഞ്ഞു, എൻ്റെ മകനെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക. നീ എന്തു ചെയ്തെന്ന് എന്നോട് പറയുക, എന്നിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കരുത്. ആഖാൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്തത് ഇതാണ്: കൊള്ള വസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും 200 ഷെക്കൽ വെള്ളിയും 50 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി ഞാൻ അവ എടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം എൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു. ഉടനെ ജോഷുവ ദൂതന്മാരെ അയച്ചു. അവർ കൂടാരത്തിലേക്ക് ഓടി. വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത് അവർ കണ്ടു. അവർ കൂടാരത്തിൽ നിന്ന് അവയെടുത്ത് ജോഷുവയുടെയും ഇസ്രായേൽ ജനത്തിന്റെയും മുൻപാകെ കൊണ്ടുവന്നു. അവർ അത് കർത്താവിന്റെ മുൻപിൽ നിരത്തിവെച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും സേരായുടെ മകനായ ആഖാനെയും അവന്റെ പുത്രിപുത്രന്മാരെയും വെള്ളി, മേലങ്കി, സ്വർണക്കട്ടി എന്നിവയും കാള, കഴുത, ആട്, കൂടാരം എന്നിങ്ങനെ അവനുള്ള സമസ്ത വസ്തുക്കളെയും ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ജോഷുവ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തി വെച്ചത്? നിന്റെ മേലും ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും. അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു, വസ്തുവകകൾ അഗ്നിക്കിരയാക്കി. അവർ അവന്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരം ഉണ്ടാക്കി. അത് ഇന്നും അവിടെയുണ്ട്. അങ്ങനെ കർത്താവിന്റെ ഉജ്ജ്വല കോപം ശമിച്ചു. ഇന്നും ആ സ്ഥലം ആഖോറിന്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു. അധ്യായം 8. ആയി പട്ടണം നശിപ്പിക്കുന്നു. കർത്താവ് ജോഷിയോട് അരുൾ ചെയ്തു, എല്ലാ യോദ്ധാക്കളെയും കൂട്ടി ആയിലേക്ക് പോവുക. ഭയമോ പരിഭ്രമമോ വേണ്ട. ഇതാ, ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജെറിക്കോയോടും അവിടുത്തെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ആയിയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിക്കുക. എന്നാൽ കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും നിങ്ങൾക്ക് എടുക്കാം. പട്ടണത്തെ ആക്രമിക്കുന്നതിന് അതിന് പിന്നിൽ പതിയിരിക്കണം. ജോഷുവയും യോദ്ധാക്കളും ആയി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ജോഷുവ ധീരപരാക്രമികളായ 30,000 പേരെ തെരഞ്ഞെടുത്ത് രാത്രിയിൽ തന്നെ അയച്ചു. അവൻ അവരോട് ആജ്ഞാപിച്ചു, പട്ടണത്തെ ആക്രമിക്കുന്നതിന് നിങ്ങൾ അതിനു പിന്നിൽ ഒളിച്ചിരിക്കണം. വളരെ അകലെ പോകരുത്. സദാ ജാഗരൂകരായിരിക്കുകയും വേണം. ഞാനും കൂടെയുള്ളവരും പട്ടണത്തെ സമീപിക്കും. അവർ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ മുൻപിലത്തെ പോലെ ഞങ്ങൾ പിന്തിരിഞ്ഞോടും. പട്ടണത്തിൽ നിന്ന് വളരെ അകലെ എത്തുന്നതുവരെ അവർ ഞങ്ങളെ പിന്തുടരും. അപ്പോൾ അവർ പറയും, ഇതാ, അവർ മുൻപിലത്തെ പോലെ പരാജിതരായി ഓടുന്നു. ഞങ്ങൾ അങ്ങനെ ഓടും. അപ്പോൾ നിങ്ങൾ പുറത്തു വന്ന് പട്ടണം പിടിച്ചടക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും. കർത്താവ് കൽപ്പിച്ചതുപോലെ പട്ടണം പിടിച്ചടക്കിയതിനു ശേഷം അത് അഗ്നിക്കിരയാക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ജോഷുവ അവരെ യാത്രയാക്കി. അവർ പോയി ആയി പട്ടണത്തിന് പടിഞ്ഞാറ് ആ പട്ടണത്തിനും ബഥേലിനും മധ്യേ ഒളിച്ചിരുന്നു. ജോഷുവ ആ രാത്രിയിൽ ജനത്തോടുകൂടെ താമസിച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് യോദ്ധാക്കളെ വിളിച്ചുകൂട്ടി. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ ജനത്തെ ആയി പട്ടണത്തിലേക്ക് നയിച്ചു. അവനും കൂടെയുണ്ടായിരുന്ന യോദ്ധാക്കളും പട്ടണത്തിന്റെ പ്രധാന കവാടത്തിന് വടക്കു വശത്തായി പാളയമടിച്ചു. അവർക്കും ആയി പട്ടണത്തിന് മധ്യേ ഒരു താഴ്വരയുണ്ടായിരുന്നു. പട്ടണത്തിന് പടിഞ്ഞാറ് വശത്ത് ബഥേലിനും
പട്ടണത്തിനും മധ്യേ ഏകദേശം 5000 യോദ്ധാക്കളെ അവൻ ഒളിപ്പിച്ചു. പ്രധാന പാളയം പട്ടണത്തിന് വടക്ക് ഭാഗത്തും ബാക്കിയുള്ളവ പടിഞ്ഞാറ് ഭാഗത്തും ആയിരുന്നു. ജോഷുവ ആ രാത്രി താഴ്വരയിൽ തന്നെ കഴിച്ചുകൂട്ടി. ആയി രാജാവ് ഇത് കണ്ടപ്പോൾ അരാബായിലേക്കുള്ള ഇറക്കത്തിൽ വെച്ച് ഇസ്രായേൽക്കാരെ നേരിടാൻ സൈന്യസമേതം പുറപ്പെട്ടു. എന്നാൽ പട്ടണത്തിന്റെ പുറകിൽ ശത്രു സൈന്യം പതിയിരുന്നത് അവർ അറിഞ്ഞില്ല. ജോഷുവയും ജനവും പരാജിതരായി എന്ന് നടിച്ച് മരുഭൂമിയുടെ നേരെ ഓടി. അവരെ പിന്തുടരുന്നതിന് രാജാവ് പട്ടണത്തിലുണ്ടായിരുന്നവരെയെല്ലാം വിളിച്ചുകൂട്ടി. അവർ ജോഷുവയെ പിന്തുടർന്നു. പട്ടണത്തിൽ നിന്ന് വളരെ വിദൂരത്തായി. ഇസ്രായേലിനെ പിന്തുടരാത്തവരായി ആരും ബഥേലിലോ ആയി പട്ടണത്തിലോ ഉണ്ടായിരുന്നില്ല. അവർ പട്ടണം അടയ്ക്കാതെയാണ് പോയത്. കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു, നിന്റെ കയ്യിലിരിക്കുന്ന കുന്തം ആയി പട്ടണത്തിന് നേരെ ചൂണ്ടുക. ഞാൻ പട്ടണം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ജോഷുവ അങ്ങനെ ചെയ്തു. അവൻ കൈ ഉയർത്തിയ ഉടനെ ഒളിച്ചിരുന്നവർ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പാഞ്ഞു ചെന്ന് അത് കൈവശപ്പെടുത്തി. തിടുക്കത്തിൽ പട്ടണത്തിന് തീ വെച്ചു. ആയി നിവാസികൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടണത്തിൽ നിന്ന് പുക ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടു. അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നതിന് സാധിച്ചില്ല. കാരണം മരുഭൂമിയിലേക്ക് ഓടിയവർ ഓടിച്ചവരുടെ നേരെ തിരിഞ്ഞു. പതിയിരുന്നവർ പട്ടണം പിടിച്ചടക്കിയെന്നും അതിൽ നിന്ന് പുക പൊങ്ങുന്നുവെന്നും കണ്ടപ്പോൾ ജോഷുവയും ഇസ്രായേൽ ജനവും തിരിഞ്ഞ് ആയി നിവാസികളെ വധിച്ചു. പട്ടണത്തിൽ കടന്ന ഇസ്രായേല്യരും ശത്രുക്കൾക്കെതിരെ പുറത്തു വന്നു. ആയി നിവാസികൾ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ കുടുങ്ങി. അവരെ ഇസ്രായേല്യർ സംഹരിച്ചു. ആരും രക്ഷപ്പെട്ടില്ല. എന്നാൽ രാജാവിനെ ജീവനോടെ പിടിച്ച് അവർ ജോഷുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന് ആയി പട്ടണക്കാരെയെല്ലാം വിജനദേശത്ത് വെച്ച് സംഹരിച്ചു. അവസാനത്തെ ആൾ വരെ വാൾ നിരയായി. പിന്നീട് ഇസ്രായേല്യർ ആയി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവശേഷിച്ചവരെയും വാളിനിരയാക്കി. ആയി പട്ടണത്തിലുണ്ടായിരുന്ന 12,000 സ്ത്രീ പുരുഷന്മാർ അന്ന് മൃതി അടഞ്ഞു. ആയി നിവാസികൾ പൂർണ്ണമായി നിഗ്രഹിക്കപ്പെടുന്നതുവരെ കുന്തം നീട്ടിപ്പിടിച്ചിരുന്ന തന്റെ കരങ്ങൾ ജോഷുവ പിൻവലിച്ചില്ല. കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ പട്ടണത്തിൽ നിന്ന് കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും എടുത്തു. അങ്ങനെ ജോഷുവ ആയി പട്ടണത്തിന് തീവെച്ച് അതിനെ ഒരു നാശകൂമ്പാരമാക്കി. ഇന്നും അത് അങ്ങനെ തന്നെ കിടക്കുന്നു. പിന്നീട് അവൻ ആയി രാജാവിനെ ഒരു മരത്തിൽ തൂക്കിക്കൊന്നു. സായാഹ്നം വരെ ജഡം അതിന്മേൽ തൂങ്ങിക്കിടന്നു. സൂര്യാസ്തമയമായപ്പോൾ ശരീരം മരത്തിൽ നിന്നിറക്കി നഗര കവാടത്തിൽ വയ്ക്കാൻ ജോഷുവ കൽപ്പിച്ചു. അവർ അങ്ങനെ ചെയ്തു. അതിനു മുകളിൽ ഒരു കൽക്കൂമ്പാരം ഉയർത്തി. അത് ഇന്നും അവിടെയുണ്ട്. ജോഷുവ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഏബാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നതുപോലെയും ചെത്തി മിനുക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായുധം സ്പർശിക്കാത്തതുമായിരുന്നു അത്. അതിൽ അവർ കർത്താവിന് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു. മോശ എഴുതിയ നിയമത്തിന്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിന്റെ സാന്നിധ്യത്തിൽ ജോഷുവ അവിടെ കല്ലിൽ കൊത്തിവെച്ചു. അവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ ശ്രേഷ്ഠന്മാർ, സ്ഥാനികൾ, ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവ്യ പുരോഹിതന്മാർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നു. അവരിൽ പകുതി ഗിരിസിം മലയുടെ മുൻപിലും പകുതി ഏബാൽ മലയുടെ മുൻപിലും നിലകൊണ്ടു. കർത്താവിന്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നതുപോലെ അനുഗ്രഹം സ്വീകരിക്കാനായിരുന്നു ഇത്. അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം അനുഗ്രഹ വചസ്സുകളും ശാപവാക്കുകളും വായിച്ചു. മോശ കൽപ്പിച്ച ഒരു വാക്കുപോലും സ്ത്രീകളും കുട്ടികളിലും തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികളും അടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിൽ ജോഷുവ വായിക്കാതിരുന്നില്ല.